നോംഡ് സ്പേസിൻ്റെ കംപ്ലീറ്റ്നെസ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ് നോംഡ് സ്പേസ്. അപ്പോൾ എന്താ കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ കംപ്ലീറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ പഠിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും, എവറി കോഷി സീക്വൻസ് ഈസ് കൺവേർജൻ ഇൻ ദാറ്റ് സ്പേസ്. നിങ്ങൾ മെട്രിക് സ്പേസിലാണ് മുമ്പിൽ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ എന്താണ് എവറി കോഷി സീക്വൻസ് കൺവേർജസ് ഇൻ ദാറ്റ് സ്പേസ്, അങ്ങനെയുള്ളവരെയാണ് കംപ്ലീറ്റ് സ്പേസ് എന്ന് പറയുക. ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് എന്നെപ്പോഴാണ് പറയുക, എല്ലാം കൊണ്ട് കംപ്ലീറ്റ് ആയി, തികഞ്ഞ കംപ്ലീറ്റ് മാൻ, എല്ലാം കൊണ്ട് തികഞ്ഞ ഒരാൾ അല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥം അങ്ങനെയുള്ളൊരു അർത്ഥം തന്നെയാണ് എന്താ, അതായത് ആരൊക്കെയാണോ കൺവേർജൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് അവരൊക്കെ എന്ത് ചെയ്യും, അതിൽ കൺവേർജൻ്റ് ആവും. അങ്ങനെയുള്ള ഒരു സ്പേസിനെയാണ് എന്താ പറയുക, കംപ്ലീറ്റ് സ്പേസ്. അതായത് ആർക്കൊക്കെ താല്പര്യമുണ്ടോ ഞാൻ കൺവേർജ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. കൺവേർജൻ സീക്വൻസ് ഓൾറെഡി ഇറ്റ് കൺവേർജസ് ആൻഡ് കൗഷി സീക്വൻസ് മീൻസ് ഇറ്റ് ഇസ് ട്രൈങ് ടു ഗെറ്റ് കൺവേർജ്, ബട്ട് അതിന് കൺവേർജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു ആക്ച്വലി സീക്വൻസ് ആണ് ശരിക്കും കൗഷി സീക്വൻസ്. ഇറ്റ്സ് ട്രൈയിങ്, മാക്സിമം ട്രൈ ചെയ്യേണ്ടത് കൺവേർജ് ചെയ്യാനായിട്ട്, ബട്ട് കൺവേർജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളെയാണ് കൗഷി സീക്വൻസ് എന്നും പറയാം. അപ്പോൾ അയാളും കൂടി കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസ് പൂർണ്ണമാണ് എന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ്നെസ് എന്നുള്ള അർത്ഥം. അതായത് ഏതൊക്കെ സീക്വൻസസുകളാണോ കൺവേർജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അവരൊക്കെ എന്ത് ചെയ്തിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സ്പേസിനെയാണ് എന്താ പറയുക, കംപ്ലീറ്റ് സ്പേസ് എന്ന് പറയും. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ കോഷി സീക്വൻസ്, റൈറ്റ്. സോ ആക്ച്വലി കംപ്ലീറ്റ്നെസ് ഈസ് എ മെട്രിക് പ്രോപ്പർട്ടിയാണ് ആക്ച്വലി കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കറിയാൻ സാധിക്കും മെട്രിക് സ്പേസിലാണ് ഈസ് ഇറ്റ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയാണോ കംപ്ലീറ്റ്നെസ്? ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ആവണമെങ്കിൽ എന്ത് വേണം, ടോപ്പോളജിക്കലി സെയിം ആണെങ്കിൽ ഒരാൾ കംപ്ലീറ്റ് ആണെങ്കിൽ മറ്റാൾ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, റൈറ്റ്. അറിയാമെന്ന് തോന്നുന്നു. യു നോ ദാറ്റ് the space R is homeomorphic to open interval 0, 1, right? But R is complete. Is it open interval 0, 1 is complete? You can get a sequence 1 by n there, right? But it is not, it converges to 0, but it is not in that. 1 by n is a Cauchy sequence actually in that. But so is it is a complete space? Open 0, 1 is not a complete space, right? But R എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ബട്ട് ഇവർ രണ്ടുപേരും ടോപ്പോളജിക്കലി സെയിം ആണ്. അപ്പോൾ കംപ്ലീറ്റ്നെസ് ഒരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി അല്ല, ഇറ്റ്സ് ആക്ച്വലി എ മെട്രിക് പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം നോർമൽ സ്പേസ് ഒക്കെ മെട്രിക് സ്പേസ് ആണ്. സോ വി ക്യാൻ ഇൻക്യൂസ് എന്താണ് ഒരു കംപ്ലീറ്റ്നെസ് ഇൻ നോർമൽ സ്പേസ് ഓൾസോ. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു നോ. So before that, we will see what is a Cauchy sequence. Okay, so you know that what is a Cauchy sequence and all right. A sequence xn in capital X. Here it is a normal space. Is called a Cauchy sequence if and only if for every epsilon greater than 0 there exists some capital N belongs to the natural number set such that here it is distance. So norm you need. So norm of xn minus xm is less than epsilon for all n greater than or equal to, in fact that is norm xn minus xm is tends to 0 as n tends to infinity. അതായത് കുറേ ദൂരം പോകുമ്പോൾ അവർ തമ്മിലുള്ള ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, ചെറുതായിട്ട് വരും. ഓക്കെ, ചെറുതായിട്ട് വരുള്ളൂ, പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ബട്ട് അവരുടെ തമ്മിലുള്ള ടേംസ് എപ്പോഴുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെയുള്ള സീക്വൻസ്, ബട്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു കൺവേർജ് ബട്ട് ഇറ്റ് കനോട്ട് കൺവേർജ്. ഓക്കെ, അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് എന്ത് പറയുക, കോഷി സീക്വൻസ് എന്ന് പറയുക. സോ ആസ് യു നോ ഇൻ ദി മെട്രിക് സ്പേസ് വി നോ ദാറ്റ് when you will say that it's a complete a normal space X is called complete if and only if every Cauchy sequence in Xn converges to an element X in that spaces. അതായത് കൺവേർജ് അതിൽ തന്നെ കൺവേർജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ സ്പേസിന് എന്ത് പറയാം, കംപ്ലീറ്റ് ആണെങ്കിൽ എല്ലാ Cauchy സീക്വൻസും കൺവേർജ് ആവും. എല്ലാ Cauchy സീക്വൻസും കൺവേർജസ് ടു ഇൻ ദാറ്റ് സ്പേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടു ബി എ കംപ്ലീറ്റ് നോർമൽ സ്പേസ്. So let us remark that a normal space with respect to can be, it's a metric space, right? You can make a
metric inducing, I'm using that. So d of x comma y can be written as so a normed linear space with norm is complete if and only if that metric space is complete. Okay, so sequence xn is a Cauchy sequence so let us see some properties of a Cauchy sequence. Okay, sequence xn Cauchy sequence anagil, clearly we have the norm of xn exists, that is the series, so the sequence norm xn എന്ന് പറഞ്ഞ sequence എന്തായാലും എന്തായിരിക്കും convergent ആയിരിക്കും. You know that we have done this one, right? No, we know that modulus of norm xn minus norm xn is less than or equal to norm xn minus norm xm less than epsilon. Cauchy ayudonde we have that definition, right? So we have, which implies modulus of that one is less than epsilon. Okay, you will get this from, we have shown that it's a continuity, we have inequality നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു, കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാനായിട്ട്, നോം കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ. So we have this one have, since it is Cauchy sequence, we have less than epsilon. Okay, for all this one, so what we will get, modulus of norm xn minus norm xm is less than epsilon for all this, right? So what happens, this is a norm xn is actually real value, right? Distance norm value ayudonde, so it's a becomes a Cauchy sequence is a sequence in R, but we know that R is a complete space, right? A complete metric space ana. So we know that which is a complete space, from that we will get as limit n tends to infinity, norm xn will always exist. Okay, so that is limit of this one is exist. Next one what you have is sequence xn is always bounded. Whenever it is a Cauchy sequence ആണെങ്കിൽ അത് എന്തായാലും എന്തായിരിക്കും, bounded ആയിരിക്കും. That is what we are going to show. We have shown that norm xn is convergent, അല്ലേ? Norm xn convergent ആണെങ്കിൽ എന്താ അർത്ഥം, this is bounded. Norm xn is bounded, convergent ആണെങ്കിൽ we know that it is bounded, അല്ലേ? So bounded means that norm of xn is less than or equal to capital, which implies what you have, since this is a norm here, some x is bounded, set x is bounded implies modulus of that one is less. Here the norm is distance, bound is metric is norm, so we have norm xn is less than or equal to, which implies what you have, each xn is bounded, right? That is sequence xn is bounded. So what you have is, whenever a Cauchy sequence ആണെങ്കിൽ അതിൻ്റെ norm of xn always exists. ലിമിറ്റ് norm of xn is again is a convergent sequence ആണ്. മാത്രമല്ല എല്ലാ Cauchy സീക്വൻസുകളും എന്താണ്, ബൗണ്ടഡ് ആണ്. എല്ലാ Cauchy സീക്വൻസുകളും ബൗണ്ടഡ് ആയിരിക്കും. Okay, next. Every convergent sequence is Cauchy sequence. Actually it's an obvious thing. നമുക്കറിയുന്നത് തന്നെയാണ്, എല്ലാ കൺവേർജൻസ് സീക്വൻസുകളും Cauchy സീക്വൻസ് ആണ്. കൺവേർജൻസ് സീക്വൻസ് പറഞ്ഞാൽ ദൂരെ പോകുന്തോറും അവർ രണ്ട് ടേംസ് തമ്മിലുള്ളത് നിയർ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നു, അല്ലേ? Cauchy സീക്വൻസ് ആണെങ്കിൽ അവർ തമ്മിൽ ചെറുതാകുന്നു. ഓക്കെ, സോ ഹൗ യു ക്യാൻ പ്രൂവ് ദിസ് ഇസ് വെരി ഈസി, ഇറ്റ്സ് ആൻ ഒബ്വിയസ് വൺ. Let's suppose sequence xn convergence sequence ആണ്. Let's suppose it converges to x ആണ്. Okay, now you take norm of xn minus xn is less than or equal to x എന്ത് ചെയ്യുക, ആഡ് ചെയ്യും സബ്ട്രാക്റ്റും ചെയ്യുക. So what you have, then applying the triangle inequality, what you will get is norm of xm minus x is x plus norm of x minus xn. Since xm is sequence xn converges to x, you can treat this as epsilon by 2, and this again is epsilon by 2. So what you will get, a norm of xm minus xn is less than or equal to epsilon for all nm, which is tends to infinity. So what you will get it is, therefore we will get it as sequence xm is a Cauchy sequence. So every convergent sequence is a Cauchy sequence. Now next, ഈ കംപ്ലീറ്റ് നോർമഡ് സ്പേസിനെയാണ് ഇവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട്, അതിനെയാണ് ബെനാക് സ്പേസസ് എന്ന് പറയും. ബെനാക് സ്പേസസ്, that is complete normed space. That is actually, we can tell that the metric space induced by the norm. Okay, a complete metric space which is induced by a norm is called Banach space. This is actually he is the Banach, Stephen Banach. അദ്ദേഹത്തിൻ്റെ PhD thesis, എ പോളിഷ് മാത്തമാറ്റീഷ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ PhD thesis-ലാണ് ഇതിനെപ്പറ്റി ആദ്യം അദ്ദേഹം സ്പെസിഫൈ ചെയ്തത്. സോ കംപ്ലീറ്റ് നോർമഡ് സ്പേസസ് ആർ കോൾഡ്
Banach spaces. Okay, with respect to metric ആണ് അതുകൊണ്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഇങ്ങനെ പറയും is a complete metric space. ആ മെട്രിക് എങ്ങനെ നോം വെച്ച് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള മെട്രിക് സ്പേസിൽ കംപ്ലീറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്പേസസുകളെയാണ് എന്ത് പറയുക ബെനാക് സ്പേസ് ബെനാക്. ഓക്കെ, നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. യു റിമെമ്പർ ഇറ്റ്സ് എ ബെനാക് സ്പേസ്. ഓക്കെ, നൗ ലെറ്റ് us ഷോ അറിയുന്ന കാര്യം തന്നെയാണ് ആർ വിത്ത് യൂഷ്വൽ യൂഷ്വൽ നോം ആരാ മോഡുലസ് വാല്യൂ റൈറ്റ് യുക്ലീഡിയൻ നോം. സി വിത്ത് ആർ അഗെയിൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ആർ വെച്ചിട്ട് ഇവിടെ ചെയ്യാം നമുക്ക്. സിമിലർലി വി ക്യാൻ ഹാവ് സി ക്യാൻ ബി റിട്ടൺ ആസ് ആർ പ്ലസ് എ പ്ലസ് ഐ ബി. സോ വിൽ ഗെറ്റ് ഡയറക്ട്ലി you can deduce from that. Okay, let us see R with the usual norm. We have to prove that it is complete. Okay, complete as it's a Banach space. We have to show that it's a Banach space. So let's sequence xn be a Cauchy sequence in R. Therefore every Cauchy sequence we know that it is bounded, right? So what do you have? It is bounded. So which implies it has a convergent subsequence. How? By Bolzano-Weierstrass theorem. What is Bolzano-Weierstrass theorem? What is Bolzano? Every bounded sequence of real numbers has a convergent subsequence. അല്ലേ? അപ്പോൾ ഒരു ഇൻഫൈൻ അല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിലായിരിക്കുമ്പോൾ എവരി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ റിയൽ നമ്പേഴ്സ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. അങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയും പറയും. ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഒരു സീക്വൻസ് ഉണ്ട്, അത് കൺവേർജസ് ടു ദാറ്റ് പോയിന്റ് അല്ലേ? സബ് സീക്വൻസ്, ആ സെറ്റിന് ഒരു സീക്വൻസ് ഉണ്ട്, അത് കൺവേർജസ് ടു ദാറ്റ് പോയിന്റ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായാലും എവരി ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ കൺവേർജൻസ് സബ് സീക്വൻസ്. സോ അതെന്തോ അപ്പോൾ അതെന്ത് വന്നു? ഈ സീക്വൻസിന് ഒരു കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ടെന്ന് കിട്ടി. So with there exists a subsequence, suppose sequence xm of xn which converges to x. But we know that നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെട്രിക് സ്പേസിൽ if xn is a Cauchy sequence and it contains a convergent subsequence, അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് എന്ത് ചെയ്തിരിക്കണം? കൺവേർജ് ചെയ്ത്. അതിലൊരു Cauchy സീക്വൻസ് ആണ്, ബട്ട് അതിനൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസ് എന്ത് ചെയ്തിരിക്കും? അതിൽ തന്നെ കൺവേർജ് ചെയ്തിരിക്കും. സോ വാട്ട് യു വിൽ ഗെറ്റ്? xn converges to x. So R with the usual norm, that is usual metric, is always a complete normal space, that is it is a Banach space. Similarly we can prove for C also. Okay, next let us consider with R RP K എന്നിട്ടൊന്ന് മാത്രം K P ഇടാൻ കാരണം നമ്മുടെ Cauchy സീക്വൻസിൽ എന്നൊക്കെയുള്ള ഉണ്ട്. അപ്പോൾ R എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ് pth dimension, okay, with a norm infinity, sup norm, which clearly it is again is a Banach space. How will you prove that? Let us see. Let's consider Cauchy sequence xn in Kp. K can be ഇത് C ആവാം, അതുകൊണ്ടാണ് K എന്നിട്ടത്. സ്കാലാർ ഫീൽഡ് C ആവാം അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ആവാം. അപ്പോൾ സീക്വൻസ് xn എടുത്തു. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഓഫ് എ Cauchy sequence we have for every epsilon greater than 0 there exists capital N belongs to this such that norm of xn minus xm sup norm is less than epsilon for all n m greater than or equal capital N with n greater than m. Okay, so that is what is the sup norm? Sup norm നിങ്ങൾക്കറിയാം supremum of set of all ഇതിൻ്റെ എല്ലാ മോഡുലസ് വാല്യൂസുകളുടെയും supremum. So modulus of xn of I. ഓക്കെ, സോ എൻ ടപ്പിളാണ്, പി ടപ്പിളാണ്. അപ്പോൾ ഓരോരുത്തരും എക്സ് എന്ന് പറഞ്ഞാൽ xn of 1, xn of 2, xn of 3 എക്സെട്ര xn of p വരെയാണ്. അങ്ങനെയുള്ള ഓരോരുത്തരുടെയും മോഡുലസ്. സോ വി ഹാവ് മോഡുലസ് ഓഫ് xn of I ith കോർഡിനേറ്റ് തമ്മിലുള്ള xn of I മോഡുല കംപ്ലീറ്റ് ചെയ്തു, വിച്ച് ഫോർ I equal to 1, 2, 3 എക്സെട്ര p വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. എല്ലാം മാക്സിമം തന്നെ ലെസ് ദാൻ എപ്സിലോൺ എങ്കിൽ എന്താ അർത്ഥം? എല്ലാവരും ലെസ് ദാൻ എപ്സിലോൺ, റൈറ്റ്? സോ വി ഹാവ് മോഡുലസ് ഓഫ് xn of I minus xn of I ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ I equal to 1, 2, 3 etc. p. Therefore what you will get? This is a Cauchy sequence, or each xn I is a Cauchy sequence in K. That is K means it is maybe R or C. But we know that we have proved that it is say Banach space, normed complete space. So അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് what you have, it should converges in that. Suppose each xn I is converges to some alpha I belongs to K. Okay, that is xn I converges to alpha I as n tends to infinity. So let's consider x equal to e alpha 1, alpha 2 etc. alpha p which belongs to Kp. Now you try this norm of xn minus x
with sup norm is equal to what you have, supremum of set of all norm of x and I minus ഇതിൻ്റെ ith coordinate ആയ alpha I for I equal to 1 2 3 etc which tends to 0 അല്ലേ, കാരണം ഈച്ച് എക്സ് എൻ ഐ കൺവേർജസ് ടു ആൽഫ ഐ ആയതുകൊണ്ട് ഇവർ ഓരോരുത്തരും ടെൻസ് ടു 0 ആണ്. സോ സുപ്രീമം ഓൾസോ വിൽ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ വാട്ട് യു വിൽ ഗെറ്റ് നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വിത്ത് സുപ് നോം is tends to 0 as n tends to infinity, which implies what you have, sequence xn will converges to x in kp. That is kp with a sup norm is a Banach space. kn എഴുതിയാലും മതി, ഞാൻ ഈ n ആയിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് p ഇട്ടത്. So it's a Banach space. So n dimensional p dimensional space is a scalar field is a Banach space. Actually every finite dimensional space is a Banach space. Okay, you can try that, and also all the we know that all the finite dimensional space le ella normuകളും equivalent ആണ്. So with respect to any norm it is a normal complete space. Okay, so you can try if you want. kp with a pth norm is also, since p norm p and norm infinity are equivalent, finite dimensional space and all the norms are equivalent ആയതുകൊണ്ട് we can have this one. Okay, next.